ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പെഡിക്യൂറാണ്. പെഡിക്യൂറിന് സാധാ പെഡിക്യൂറാണ് ചെയ്യുന്നത്. പെഡിക്യൂർ പല രീതിയിലുണ്ട്, പല ടൈപ്പുണ്ട്. അപ്പോൾ അതിൽ സ്പാ പെഡിക്യൂറുണ്ട്, ആയുർവേദിക് പെഡിക്യൂറുണ്ട്, ഫ്രഞ്ച് പെഡിക്യൂറുണ്ട്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു സാധാ പെഡിക്യൂർ. പെഡിക്യൂർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കാലിന് നല്ല ഒരു സ്മൂത്തായിട്ടും നല്ല തിളക്കമായിട്ടും ഒക്കെ ഇരിക്കാനും നല്ലൊരു കണ്ടീഷനിൽ കാലിനെയും കാലിൻ്റെ നഖമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെഡിക്യൂർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മസാജ് കൊടുക്കും, ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് കാലിന് നല്ലൊരു തിളക്കവും നിറമൊക്കെ കിട്ടും. അപ്പോൾ ഇനി എങ്ങനെ ഈ പെഡിക്യൂർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം പെഡിക്യൂർ ചെയ്യുന്നതിന് മുന്നേ കാലിലുള്ള പഴയ നെയിൽ പോളിഷെല്ലാം റിമൂവ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം ഒരു 10 മിനിറ്റ് പെഡിക്യൂർ സൊല്യൂഷനിൽ നമ്മൾ കാല് മുക്കി വയ്ക്കാൻ പോവാണ്. ഇത് ഈ സൊല്യൂഷൻ ചെറിയ ചൂടുവെള്ളത്തിൽ ആൻറ്റിസെപ്റ്റിക് ലോഷനും ഷാമ്പുവും കുറച്ച് ഉപ്പും ഹൈഡ്രജൻ പെറോക്സൈഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലൊരു 10 മിനിറ്റ് കാല് നന്നായിട്ട് മുക്കി വയ്ക്കുമ്പോൾ കാല് നല്ല സോഫ്റ്റ് ആവും. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞു കാല് മുക്കി വെച്ചിട്ട് ഇനി നന്നായിട്ട് കാലൊന്ന് ബ്രഷ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് നെയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യാം. കാലിൽ ക്രാക്കൊക്കെ ഉള്ളവരാണെങ്കിൽ പെഡിക്യൂർ മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഉപ്പുറ്റിയിലൊക്കെ ഈ വരയൊക്കെ വരുന്നത് നല്ല ഇങ്ങനെ നമ്മൾ തേച്ച് കഴിയുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് ആ ക്രാക്കൊക്കെ മാറാനായിട്ട് അത് സഹായിക്കും. ഇനി പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കാല് തേച്ച് കഴുകുവാണ്. ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് വളരെ നല്ലതാണ് പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഡെയിലി ഇത് വീട്ടിലും എല്ലാവർക്കും ചെയ്യാം. കുറച്ച് നേരം ചെറിയ ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെച്ചിട്ട് ഒരു പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് കഴുകുകയാണെങ്കിൽ കാലിന് ഡ്രൈ സ്കിൻ ഒന്നും വരാണ്ട് ഇരിക്കും. ഇനി കാലിൻ്റെ നോക്കിയിട്ട് ഏതെങ്കിലും ഭാഗത്ത് ഇനി കട്ടിയുള്ള സ്കിന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒരു സ്ക്രേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തേച്ച് കഴുകി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാൻ പോവാണ്. കഴുകിയിട്ട് നന്നായിട്ട് ഒരു ടവൽ ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുക്കണം. ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോവാണ്. ഇനി ക്യൂട്ടിക്കിൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് ക്യൂട്ടിക്കിൾ സോഫ്റ്റ്നറാണത്. എന്നിട്ട് ക്യൂട്ടിക്കിളൊക്കെ പുഷ് ചെയ്ത് സൈഡ്സിലോട്ട് എക്സ്ട്രാ പുറത്തോട്ട് വളർന്ന് നിൽക്കുന്നതൊക്കെ മാറ്റി നഖം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. ക്യൂട്ടിക്കിൾ പുഷർ ഉപയോഗിച്ചിട്ട് ആ ക്യൂട്ടിക്കിളൊക്കെ നന്നായിട്ട് പുറത്തോട്ട് തള്ളി മാറ്റുവാണ്. നഖത്തിലോട്ട് വളർന്ന് നിൽക്കുന്ന ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ടിയായിട്ട് നിൽക്കുന്ന ക്യൂട്ടിക്കിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. കോട്ടൺ ഉപയോഗിച്ചിട്ട് ആ ക്രീമെല്ലാം തുടച്ച് മാറ്റുവാണ്. കാലിൽ ക്രീം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാൻ പോവാണ്. മസാജ് ചെയ്യുമ്പം കാലിൻ്റെ വിരലും അടിഭാഗമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യണം. ചുളിവുകളൊക്കെ വരാതിരിക്കാനായിട്ടും കാലിന് നല്ല ഭംഗിയുണ്ടാവാൻ ഈ മസാജ് നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നല്ലൊരു തിളക്കം കിട്ടും കാലിന്. കാലിന് വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പെഡിക്യൂർ ചെയ്യുകയാണെങ്കിൽ ഈ മസാജും ഒക്കെ കിട്ടുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടും.